ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി അമിത് കൊലപാതകം നടത്താനായി പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊല നടത്തിയ ശേഷം പ്രതി DVRുമായി പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. രാത്രി 12:34 ഇയാൾ കൊല നടത്താനായി പോയത്. പുലർച്ചെ 3:43 കൊല നടത്തിയ ശേഷം DVR ഉപേക്ഷിച്ചു. പ്രതി അമിത്തിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തന്റെ ജീവിതം തകർത്തതിന്റെ പക വീട്ടാനാണ് കൊല നടത്തിയത് എന്നാണ് ഇയാൾ മൊഴി നൽകിയത്. ഫോൺ മോഷണ കേസ് പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വിജയകുമാർ പരാതി പിൻവലിക്കാൻ തയ്യാറായില്ല. ജാമ്യത്തിലിറങ്ങിയ ശേഷം വീട്ടിലെത്തി വിജയകുമാറിനെ കണ്ടു. പെൺസുഹൃത്ത് ഉപേക്ഷിച്ചതും ഗർഭം അലസിയതും എന്നാൽ പ്രതികാരത്തിന്റെ ആക്കം കൂട്ടി. കൊല നടത്താൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും അമിത് ഒറാങ് പറഞ്ഞു. ഇയാൾ വിജയകുമാറിന്റെ 2 ബാങ്ക് അക്കൗണ്ടിൽ നിന്നും തട്ടിയത് 2.25 ലക്ഷം രൂപയാണ്. വിജയകുമാറിന്റെ വീട്ടിലെ ഹാർഡ് ഡിസ്കും മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തിയിരുന്നു. കൊല നടത്തിയ വീട്ടിൽ ഉൾപ്പെടെ പ്രതി അമിത് ഒറാങ്ങിനെ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. കൊല നടത്തിയ ശേഷം വീട്ടിലെ CCTVയുടെ DVR പ്രതി അമിത് ഒറാങ് എടുത്തിരുന്നു. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി DVR വീടിന്റെ പിൻഭാഗത്തെ പുഴയിലാണ് ഉപേക്ഷിച്ചത്. കേസിൽ നിർണായകമായ DVR ആണ് പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് കണ്ടെത്തിയത്. വിജയകുമാറിന്റെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച മൊബൈൽ ഫോൺ തിരുവാതുക്കൽ അറത്തുട്ടി പാലത്തിനു സമീപത്ത് നിന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് പ്രതിയെ കൊല നടത്തിയ വീട്ടിലെത്തിച്ചും തെളിവെടുത്തു. കൃത്യം നടത്തിയ രീതി യാതൊരു ഭാവഭേദവുമില്ലാതെ പ്രതി വിവരിച്ചു. ഫോൺ മോഷണ കേസിൽ അറസ്റ്റിലായതും തുടർന്ന് പെൺസുഹൃത്ത് ഉപേക്ഷിച്ചു പോയതുമാണ് ദമ്പതികളോട് ശത്രുതയുണ്ടാകാൻ കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. തൃശൂർ ആലത്തൂരിൽ നിന്നും സഹോദരൻ ജോലി ചെയ്യുന്ന ഒരു കോഴി ഫാമിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അമിത് പിടിയിലായത്. പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞതും തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതും അന്വേഷണ സംഘത്തിന് നേട്ടമാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.